അത് അബദ്ധത്തിൽ ചെയ്തു പോയതാണ്, അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്, അത് അബദ്ധത്തിൽ വിളിച്ചു പോയതാണ്. അബദ്ധത്തിൽ അബദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ, പെട്ടെന്ന് നമ്മൾ ഓർക്കാതെ അറിയാതെ സംഭവിച്ചു പോയതിനെയാണ് അബദ്ധത്തിൽ എന്ന് പറയും. അപ്പൊ നമുക്ക് ആദ്യത്തെ സെന്റൻസ് എങ്ങനെയാണ് ആക്കുന്നത് നോക്കാം. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഇറ്റ് ആണ്. ഇറ്റ്, അത് അബദ്ധത്തിൽ ചെയ്തു പോയതാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് ഒരാളെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇറ്റ് കൊടുക്കാം. ഇറ്റ് വാസ് ചെയ്തു പോയതാണ്. അപ്പൊ ഇറ്റ് വാസ് ഡൺ ബൈ മിസ്റ്റേക്ക്. അപ്പൊ ഇവിടെ അബദ്ധത്തിൽ എന്ന് നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ബൈ മിസ്റ്റേക്ക്. ഇറ്റ് വാസ് ഡൺ ബൈ മിസ്റ്റേക്ക്. അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്. അതെങ്ങനെ പറയും? ഇറ്റ് വാസ് പറഞ്ഞു പോവുക, said. It was said by mistake. അങ്ങനെയാണെങ്കിൽ അത് അബദ്ധത്തിൽ വിളിച്ചു പോയതാണ്. അതെങ്ങനെയാ പറയാ? ഇറ്റ് വാസ് കോൾഡ്. വിളിച്ചു പോവുക, കോൾഡ് ബൈ മിസ്റ്റേക്ക്. ഇറ്റ് വാസ് കോൾഡ് ബൈ മിസ്റ്റേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അവൾ അബദ്ധത്തിൽ വിഷം കഴിച്ചു പോയതാണ്. അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഈ സെന്റൻസ് ആക്കി ഇതുപോലെ ആക്കി പറയാ? ഒന്ന് കമന്റ് ചെയ്തേ. താങ്ക് യു.